ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹൽദി കുങ്കും ചടങ്ങിനെ പറ്റി പറയാനായിട്ടാണ്. കുറേ പേർക്കൊക്കെ അറിയാവുന്നവരുണ്ടായിരിക്കും. ഇത് ഞാനിവിടെ പോയത് മഹാരാഷ്ട്രക്കാരുടെ ഒരു വീട്ടിൽ അടുത്തടുത്തുള്ള 2 ക്വാർട്ടറുകളിൽ താമസിക്കുന്ന 2 ഫാമിലിക്കാർ നടത്തിയ ഹൽദി കുങ്കും ചടങ്ങിനാണ്. ഹൽദി കുങ്കും എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലൊഴികെ ഏകദേശം മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഇതുള്ളതാണ്. മഹാരാഷ്ട്രക്കാർ ഇതിനെ മകരസംക്രാന്തിയോടനുബന്ധിച്ച് തൊട്ടടുത്ത് വരുന്ന 15 ദിവസങ്ങൾക്കുള്ളിൽ ഒട്ടുമിക്ക ഇവിടെ ഞാൻ താമസിക്കുന്നിടത്ത് കുറേ മഹാരാഷ്ട്ര ഫാമിലികളുണ്ട്. അവർ മിക്ക വീടുകളിൽ ഇത് നടത്താറുണ്ട്. വരുന്ന മകരസംക്രാന്തി കഴിഞ്ഞ് വരുന്ന 15 ദിവസത്തിനുള്ളിലാണ് ഇവർ ഈ ചടങ്ങ് നടക്കാറുള്ളത്. അപ്പോൾ ഇത് വിവാഹിതരായ സ്ത്രീകളെയാണ് ഇതിന് ക്ഷണിക്കുന്നത്. കൂടെ അവരുടെ കുട്ടികളുണ്ടാവുമെന്ന് മാത്രം. അപ്പോൾ ഈ ഇരിക്കുന്ന എല്ലാം വിവാഹിതരാണ്. അപ്പോൾ അവരുടെ തങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടും ഹസ്ബൻഡിൻ്റെ ദീർഘായുസിന് വേണ്ടിയിട്ടും തങ്ങളുടെ വിവാഹ പദവി ഒക്കെ പറയുന്നതും പിന്നെ അതുപോലെ ഹസ്ബൻഡിന് വേണ്ടി ആശംസകൾ പറയുന്നതും പിന്നെ പരസ്പരം സമ്മാനങ്ങൾ കൈമാറുന്നതും ഒക്കെയാണ്. അപ്പം ഞാനിവിടെ പോയത് 2 വീട്ടുകാർ ഒരുമിച്ച് ചെയ്തതാണ്. കുറച്ചധികം പേരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ പരസ്പരം ചന്ദനം, കുങ്കും, അതുപോലെ ഹൽദി, മഞ്ഞളിൻ്റെ പൊടി വെച്ചിട്ടുണ്ട്. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കും ചേർത്ത് തരും, അവർ വെച്ചേക്കുന്നിടത്ത് നമ്മളും ചേർത്തി കൊടുക്കും. അതുപോലെ ഇതിന് മുന്നോടിയായിട്ട് കുറേ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് കാണുന്നത്. തടന്നുപോയ സ്റ്റെപ്പിലൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ വഴിയിലും, പിന്നെ അതുപോലെ മകരസംക്രാന്തിയോടനുബന്ധിച്ച് ഉള്ളത് കൊണ്ട് തന്നെ ഇതുപോലെ ഇതൊക്കെ സാരിയും നമ്മുടെ ഷോളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തതാണ്. ഇതുപോലെ കൈറ്റിൻ്റെ പടമൊക്കെ വരച്ച് വയ്ക്കും. പിന്നെ ഇതിനകത്ത് ഗോൾഡ് എന്തെല്ലാം ഓർണമെൻറ്റ്സ് ഉണ്ടോ അതെല്ലാം കൊണ്ടുവച്ച് ഇതൊക്കെ എന്തോ അവരുടെ വലിയൊരു ട്രഡീഷനാണ്. മിക്ക വീടുകളിലും ഞാനിങ്ങനെ പലരുടെയും ഫോട്ടോസൊക്കെ കാണുന്നതിനകത്തെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ 1-2 അടുത്തൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഈ വർഷം ഇത് ആദ്യമായിട്ടായിരുന്നു ഇവരുടെ വീട്ടിൽ കിട്ടിയത്. അപ്പോൾ ഇവർ പരസ്പരം നമ്മൾ ചെല്ലുന്നവരൊന്നും കൊണ്ട് ചെല്ലണ്ട. അവിടെ ഏത് വീട്ടിലാണോ നമ്മളെ വിളിച്ചിട്ടുള്ളത് അവർ നമുക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ, ചിലപ്പോൾ വളകളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ്, അല്ലാതെ എന്തെങ്കിലും പാത്രങ്ങളാവാം, അങ്ങനെയൊക്കെ കൊടുക്കുന്നവരുണ്ട്. കൂടെ നമുക്ക് എന്തെങ്കിലും ഒരു സ്നാക്കിങ്. ഇവിടെ എൻ്റെ കിച്ചണിൽ ഭയങ്കരമായ ചായയിടിയിലും പക്കോട ഉണ്ടാക്കലും ബർഫി ഉണ്ടാക്കലും ഒക്കെ നടക്കുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങൾ ഇവിടെ BSFകാരെല്ലാവരും കൂടെ ഒത്തുകൂടുമ്പം തന്നെ വലിയൊരു സംഭവമാണ്. എല്ലാവരും ഏത് വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും എല്ലാവരും കൂടി ഒത്തുകൂടി ഭയങ്കര സോഷ്യലായിട്ട് എല്ലാവരും ഒരു വീട്ടിലേതുപോലെ തന്നെ എല്ലാവരും എല്ലാ ജോലികളിലും അങ്ങ് ഏർപ്പെടും. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. അത് നല്ലൊരു രസമാണ് ഇങ്ങനെ എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ ഉള്ളത്. നമുക്ക് ഈ ഹൽദി കുങ്കുമൊക്കെ ചാർത്തി തന്നതിന് ശേഷം ഇവർ മറാഠി ഭാഷയിൽ അവരുടെ ആൾക്കാരെന്തൊക്കെയോ പറയുന്നുണ്ട്. അതായത് ഹസ്ബൻഡിന് വേണ്ടിയുള്ള ആശംസകളോ അല്ലെങ്കിൽ തങ്ങളുടെ ജീവിത വിജയത്തെക്കുറിച്ചോ ഒക്കെ മറാഠിയിൽ എന്തൊക്കെയോ പഴഞ്ചൊല്ലുകളൊക്കെ പറയുന്നുണ്ട്. നമുക്കിതൊന്നും പറയാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ അവർ തന്ന ഗിഫ്റ്റ് മേടിച്ച് ചന്ദനവും തൊട്ട് ഞാൻ അടിപൊളിയായിട്ട് ഇങ്ങനെ പോരുന്നു, കിട്ടിയ സ്നാക്സും കഴിച്ചിട്ട്. മഹാരാഷ്ട്രക്കാർ മാത്രമല്ല കേട്ടോ, ഇത് ബംഗാളിയുണ്ട്, അതുപോലെ ഉത്തരാഞ്ചലുകാരുണ്ട്. എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ ഇവിടെ ഒരു ആഘോഷം തന്നെയാണ്. വെറുതെ ചായ കൊടുക്കാൻ പോകുന്നതാണ്. ഞാനൊരു പുതിയ പെണ്ണാണെന്നൊക്കെ ഉള്ള രീതിയിൽ ഒരുങ്ങിക്കൊണ്ടൊക്കെയാണ് വന്നവർക്ക് ചായ കൊടുക്കാൻ പോവുകയാണ്. വെറുതെ ഒരു രസം. ഇതിപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആയിരുന്നു. പക്ഷേ അത് എഡിറ്റിംഗ് ചെയ്യാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണ് കുറച്ച് വൈകിയത്. നല്ല തണുപ്പ് സമയമാണ്. ഇപ്പം കുറച്ചൊക്കെ തണുപ്പ് വിട്ടുമാറി വരുന്നുണ്ട്. എങ്കിലും ഇതൊക്കെ നടന്ന ദിവസങ്ങളിൽ നല്ല കടുകട്ടി തണുപ്പായിരുന്നു. പിന്നെ കിച്ചൻ്റെ ഉള്ളിൽ ഇത്രയും കുക്കിങ്ങൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ കുറേയേറെ നേരമായിട്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ കിച്ചണിൽ കിട്ടിയ ഗ്യാസിൻ്റെയൊക്കെ ചൂട് കൊണ്ട് റൂമിനുള്ളിലൊക്കെ നമ്മൾ ചെന്നുടനെ സ്വെറ്ററൊക്കെ ഊരി വയ്ക്കാൻ പറ്റി. റൂമിനുള്ളിലൊക്കെ ചൂടുണ്ടായിരുന്നു. അപ്പം ചടങ്ങുകളൊക്കെ തുടങ്ങാൻ പോവുകയാണ്. അപ്പം നമുക്ക് ചടങ്ങ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹാരാഷ്ട്രക്കാർ എന്തൊക്കെയോ പറയുന്നുണ്ട്, ആശംസകളോ ഹസ്ബൻഡിനെ പറ്റിയോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. नाव घ्या आग्रह असतो सर्वांचा. मनोज नावा सोटावर प्रश्न असतो कण्यांचा.
बोलो. पेरूच्या बागेत पोपट कसा डुलतो, संदीपरावांनी साडी आणली, तिचा रंग कसा फुलतो. देवी कलकत्त्याची कालिका, गावाचे नाव घेते कवड्यांची बालिका. അങ്ങനെ ചിലരൊക്കെ മറാഠിയിൽ ആശീർവാദങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പറയുന്നുണ്ട്. എനിക്കിതൊന്നും പറയാനറിയത്തില്ല. മലയാളത്തിലും ഇതിനെന്താണ് പറയാനറിയില്ല. പിന്നെ അവർ പറഞ്ഞു തന്ന പോലെ പൂജാവിധികളൊക്കെ ചെയ്തു. അങ്ങനെ ഞാനും ഈ ഒരു അവസരത്തിൽ പങ്കെടുക്കാൻ പറ്റി, അത്ര തന്നെ. പിന്നെ ഇനി വരുന്നൊരു ബംഗാളിയുണ്ട്. അത് മറാഠി അറിയത്തില്ലെങ്കിലും ഹിന്ദി പറയാൻ പറ്റുന്നില്ല എങ്കിൽ പോലും ബംഗളയിൽ അവരുടെ ലാംഗ്വേജിൽ പറയാൻ പറ്റിയത് അവരും പറഞ്ഞു. কোথায় ছিলাম, কোথায় এলাম, কোথায় যাব বয়ে, জীবন আমার ধন্যশালী দেবব্রতের বউ হয়ে। അങ്ങനെ ഒരു ചെറിയൊരു ചടങ്ങായിരുന്നു ഹൽദി കുങ്കും.
പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് ഇത് അറിയാത്തവരുണ്ട്. അപ്പോൾ അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു ചടങ്ങുള്ള കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ പോയി താമസിക്കുമ്പോൾ ഹൽദി കുങ്കുമിന് ഇൻവിറ്റേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊന്ന് പോയി കണ്ടിരിക്കാമല്ലോ. അതുപോലെ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ക്വാളിറ്റി കുറേ മോശമാണ്. ഞാനൊരു വീഡിയോയുടെ തയ്യാറെടുപ്പിലൊന്നും അല്ലായിരുന്നു പ്രോഗ്രാമിന് പങ്കെടുത്തത്. അപ്പോൾ പങ്കെടുത്തപ്പോൾ ഇതിൻ്റെ വെറൈറ്റി സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് എന്നാൽ വീഡിയോ ആക്കിയൊക്കെ ഒരു കണ്ടൻറ് ആയല്ലോ എന്ന് കരുതി ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ സ്നാക്സൊക്കെ കഴിച്ച് പിരിഞ്ഞു. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.